നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഡ്യൂസിബിൾ ആൻഡ് ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഹിയർ ഫസ്റ്റ് വി ഷുഡ് നോ വാട്ട് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ലെറ്റ് G ഈസ് ഈക്വൽ ടു E, A, B, C, etc. be a finite group of order G with E as identity element. And let T is equal to set of T of E, T of A, T of B, T of C, etc. be a collection of non-singular matrices satisfies the property T of A into T of B is equal to T of C if A, B is equal to C in the group G. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ടി എന്നത് ജിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. Okay, so the general form of any matrix belongs to this set T. Okay, let Ln be a linear vector space in which operator of G act. Then T of A is equal to T11, T12 up to T1n. അതേപോലെ തന്നെ T21, T22 up to T2n. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? TNN. അതാണ് എന്ത്? ടി എ എന്നുള്ള മെട്രിക്സ്. So this is the general form of matrix. So this is a brief idea about representation. Now reducible representation അറിയുന്നതിന് മുമ്പ് you should know invariant subspace. Actually this is a part of linear algebra, so അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാനിവിടെ പറയുന്നില്ല. ജസ്റ്റ് അത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. Suppose we are working in a n-dimensional linear vector space in which the operator of G act, and for every element in the group G and for every vector phi in the Ln, if a phi a vector belongs to Ln for every a in G and every vector phi belongs to Ln, then Ln is said to be closed under G. This means we need to operate any element of G on any vector phi. എന്താ പറഞ്ഞത്? We need to operate any element of G on any vector phi and the resultant vector belongs to Ln for all combination. Then only we can say that Ln is said to be closed under G. എന്താ പറഞ്ഞത്? ഫസ്റ്റ് നമുക്ക് ജിയിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിനെ എന്താ വെക്റ്റർ ഫൈവ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് ദ റിസൾട്ടൻറ്റ് വെക്റ്റർ ബിലോങ്സ് ടു Ln ഫോർ ഓൾ കോമ്പിനേഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് Ln ഈസ് സെറ്റ് ബി ക്ലോസ്ഡ് അണ്ടർ G. ഓക്കെ, ഇനി നോക്കി നോക്കൂ. പ്രോപ്പർ സബ്സ്പേസ്. എ വെക്റ്റർ സ്പേസ് Lm ഈസ് സെറ്റ് ടു ബി പ്രോപ്പർ സബ്സ്പേസ് ഓഫ് അനദർ വെക്റ്റർ സ്പേസ് Ln if every vectors of Lm must be in Ln and vectors of Lm do not exhaust the space Ln. The vector space Ln which is closed under G may possess a proper subspace Lm which is also closed under G. In such case Lm is said to be invariant subspace of Ln. അതായത് എൽ എം എന്നുള്ളൊരു വെക്റ്റർ സ്പേസിലെ എല്ലാ വെക്റ്റേഴ്സും എൽ എന്നുള്ള വെക്റ്റർ സ്പേസിലും ഉണ്ടായിരിക്കണം. എന്താ? എൽ എം എന്നുള്ള വെക്റ്റർ സ്പേസിലെ എല്ലാ വെക്റ്റേഴ്സും എൽ എൻ എന്നുള്ള വെക്റ്റർ സ്പേസിലും ഉണ്ടായിരിക്കണം. ആൻഡ് വെക്റ്റേഴ്സ് ഓഫ് എൽ എം ഡു നോട്ട് എക്സോസ്റ്റ് ദ സ്പേസ് എൽ എൻ. ഓക്കെ, അപ്പോൾ ആ ഒരു എൽ എമ്മിലെ എല്ലാ വെക്റ്റേഴ്സും കൂടിയിട്ട് ആ ഒരു എൽ എന്നിലെ സ്പേസ് എക്സോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നതാണ് അടുത്തത്. അപ്പോൾ ഇഫ് എൽ എം ഈസ് 3D എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 dimensional ആൻഡ് എൽ എൻ ഈസ് 2 dimensional, we are doing the same kind of an operation in xy plane. Then all the factors on xy will be a member of 3D space and the vector of 2D space that is in the xy plane does not exhaust. അതായത് ഇപ്പം നമ്മൾ എന്താണ്, എൽ എം എന്നുള്ളത് ഒരു 3D സ്പേസിലാണെന്ന് എടുത്തു, അതേപോലെ തന്നെ എൽ എന്നുള്ളത് ഒരു 2D സ്പേസിലാണെന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേ ഓപ്പറേഷൻ ഏതിലാണ്? XY പ്ലെയിനിലാണ് ചെയ്യണമെന്ന് മാത്രം. So all the factors on xy will be members of എന്താണ്? 3D space. And the vector of 2D space that is in the xy plane does not exhaust. So
2D ഈസ് ദ പ്രോപ്പർ സബ്സ്പേസ് ഓഫ് 3D എന്ന് പറയാം. അതായത് 2Dയിലെ എല്ലാ എലമെൻസും 3Dയിലുള്ളതുകൊണ്ട് അതിനൊരു പ്രോപ്പർ സബ് സ്പേസ് ഓഫ് 3D എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇൻവാരിയൻറ്റ് സബ്സ്പേസിനെ കുറിച്ച് അറിയാൻ നമുക്കിപ്പോൾ കണ്ട ആ ഒരു 2 ഡെഫിനേഷനും കൂടി എന്ത് ചെയ്താൽ മതി, കമ്പൈൻ ചെയ്താൽ മതി. അതായത് LM എന്നുള്ളത് എന്താ ഒരു പ്രോപ്പർ സബ്സ്പേസ് ആവുകയും അതേപോലെ തന്നെ ക്ലോസ്ഡ് അണ്ടർ ജിയുമായി കഴിഞ്ഞാൽ LM ഈസ് സെറ്റ് ടു ബി ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഓഫ് LN എന്ന് പറയാം. എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞത്? ഇൻവേരിയൻറ്റ് സബ്സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LM എന്നുള്ളത് ഒരു പ്രോപ്പർ സബ്സ്പേസ് ആവുകയും അതേപോലെ തന്നെ അത് ക്ലോസ്ഡ് അണ്ടർ ജിയുമായി കഴിഞ്ഞാൽ LM ഈസ് സെറ്റ് ടു ബി ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഓഫ് LN എന്ന് നമുക്ക് പറയാം. ഇനി ഒരു റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ T എന്നത് G എന്ന ഗ്രൂപ്പിൻ്റെ LNലുള്ള റെപ്രസെൻറ്റേഷൻ ആണെന്ന് കരുതുക. എന്താണ് T എന്നത് G എന്നുള്ള ഗ്രൂപ്പിൻ്റെ LNലുള്ള റെപ്രസെൻറ്റേഷൻ ആണെന്ന് കരുതുക. ആൻഡ് LM ഈസ് ആൻ ഇൻവേരിയൻറ്റ് സബ്സ്പേസ് ഓഫ് LM. ഓക്കെ, നോക്കി നോക്കൂ. Let T is equal to T of E, T of A, T of B, T of C, etc. be a representation of group G and LN. And if LN has an invariant subspace LM, where M less than M under G, then in suitable basis the matrices representation have the form T of A is equal to D1 of A 0 X of A D2 of A, where D1 of A and D2 of A are the square matrices of M and N minus M separatively. അതേപോലെ തന്നെ X of A is of order N minus M into N and 0 is a null matrix of order M into N minus M. So these are the properties of a representation. അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മൾ N ഡയമെൻഷണൽ സ്പേസിലെ T വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ദിസ് T ഈസ് റെഡ്യൂസ്ഡ് ടു ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡയമെൻഷൻ M ആൻഡ് N മൈനസ് M. എന്താണ്? ഒരു N ഡയമെൻഷണൽ സ്പേസിലെ T വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ ദിസ് T ഈസ് റെഡ്യൂസ്ഡ് ടു ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ഡയമെൻഷൻ M ആൻഡ് N മൈനസ് M. ഇതിൽ നിന്ന് നമുക്ക് റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് പറയാം. Any representation which can be reduced into the lower dimension. എന്താ പറഞ്ഞത്? Any representation which can be reduced into the lower dimension. ഓക്കെ, ഇപ്പോൾ നമുക്ക് അറിയാം T of A into T of B is equal to T of C ആണ്. If AB is equal to C in the same group. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് T of Aയും T of Bയും കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ T of A നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ T of B എഴുതുക, അത് മൾട്ടിപ്ലൈ ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു T of C എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതിനെ വീണ്ടും ഒന്നും കൂടി റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലാസ്റ്റത്തെ D1 of C 0 XC D2 of C എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? D1 of C is equal to D1 of A into D1 of B. D2 of C is equal to D2 of A into D2 of B. X of C is equal to X of A D1 of B plus D2 of A X of B. ഓക്കെ, അപ്പോൾ ഇതാണ് 2 ന്യൂ റെപ്രസെൻറ്റേഷൻസ് ഓഫ് M ആൻഡ് N മൈനസ് M ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ D1ൻ്റെ ടേമിലും D2ൻ്റെ ടേമിലും നമ്മൾ ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അതായത് D1ൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ D1 of E D1 of A എന്ന് വെച്ചിട്ട് കൊടുക്കുന്നു. D2ൻ്റെ ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ D2 of E D2 of A എന്നുള്ളതിലും കൊടുക്കുന്നു. സോ വാട്ട് വി ക്യാൻ സേ? T ഈസ് സെറ്റ് ടു ബി റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ് G എന്ന് നമുക്ക് പറയാം. അടുത്തതാണ് ഇർറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ. അതായത് നമ്മളെ കയ്യിലുള്ള റെപ്രസെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ such representation are called irreducible representation. എന്താണ്? നമ്മളെ കയ്യിലുള്ള ഒരു റെപ്രസെൻറ്റേഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ such representation are called irreducible representation. A representation with no sub representations is called an irreducible representation. ഇനി ഇതിലുള്ള ഒരു തിയറം നോക്കുക.
എവരി നോൺ യൂണിറ്ററി റെപ്രസെൻറ്റേഷൻ ഈസ് ഇക്വാലൻറ്റ് ടു എ യൂണിറ്ററി റെപ്രസെൻറ്റേഷൻ. എന്താ തിയറം? എവരി നോൺ യൂണിറ്ററി റെപ്രസെൻറ്റേഷൻ ഈസ് ഇക്വാലൻറ്റ് ടു എ യൂണിറ്ററി റെപ്രസെൻറ്റേഷൻ. അതായത് സപ്പോസ് നമ്മളൊരു സെറ്റ് ഓഫ് മെട്രിസസിൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് മെട്രിസസിൻ്റെ ഗ്രൂപ്പാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ മെട്രിസസ് ആർ നോൺ യൂണിറ്ററി. ദെൻ നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഷോ ദാറ്റ് ദേ ആർ ദ ഇക്വലൻറ്റ് അല്ലെങ്കിൽ ദേ ആർ ദ ഇക്വലൻറ്റ് സം കൈൻഡ് ഓഫ് യൂണിറ്ററി റെപ്രസെൻറ്റേഷൻ. അതായത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് മെട്രിസസ് എന്താണ്, ഏകദേശം യൂണിറ്ററി റെപ്രസെൻറ്റേഷനിലേക്ക് എത്തുന്നു. ദാറ്റ് ഈസ് വി ക്യാൻ റീപ്ലേസ് ഈച്ച് മെട്രിസസ് ബൈ എ യൂണിറ്ററി മെട്രിക്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ടി എന്നുള്ളതൊരു റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് ജി ആൻഡ് ഓൾ മെട്രിസസ് ആർ യൂണിറ്ററി ആണെന്ന് വിചാരിക്കുക. ദെൻ നമുക്ക് ടി ഓഫ് എ എങ്ങനെ എഴുതാം? d1 ഓഫ് എ 0, d2 ഓഫ് എ എന്ന് എഴുതാം. അതിനെ ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ അടിയിലുള്ള ഫോം കിട്ടും. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ട എക്സാമ്പിളാണ് ഏതാ? സിമെട്രി ഗ്രൂപ്പ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഗ്രൂപ്പ് D3. ഓക്കെ, D3 എന്താ നമുക്കറിയാം? EA A², BAB BA. അതിൻ്റെ സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ എന്ത് വരും? റൊട്ടേഷൻ ബൈ 360 ഡിഗ്രി ഏതാണ്? ഐഡൻറ്റിറ്റി എലമെൻറ്റ് E ആണ്. റൊട്ടേഷൻ ബൈ 120 ഡിഗ്രി എന്താണ്? A ആണ്. റൊട്ടേഷൻ ബൈ 240 ഡിഗ്രി A² ആണ്. റിഫ്ലക്ഷൻ അബൌട്ട് ലൈൻ 16 B ആണ്. റിഫ്ലക്ഷൻ അബൌട്ട് ലൈൻ 35 AB ആണ്. റിഫ്ലക്ഷൻ അബൌട്ട് ലൈൻ 24 എന്ന് പറയുന്നത് B ആണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് D3 എന്നുള്ള ഗ്രൂപ്പ് എങ്ങനെ ഫോം ചെയ്യും? സെറ്റ് ഓഫ് EA A² BAB BA, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു ഗ്രൂപ്പിനെ ഏതുമായിട്ട് വയ്ക്കുകയാണ്? സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ദാറ്റ് ഈസ് ഗ്രൂപ്പ് D3. അതേപോലെ തന്നെ മെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് D3 ഗ്രൂപ്പ് വിൽ ബി. ആ ഒരു D3 ഗ്രൂപ്പിൻ്റെ മെട്രിക് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതിലെ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും ഇറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ആ ഒരു എക്സാമ്പിൾ നമുക്ക് തന്നത് എന്തായിരുന്നു? സിമെട്രിക് ഗ്രൂപ്പ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു തന്നിട്ടുള്ളത്. അതിലെ സിമെട്രിക് ട്രാൻസ്ഫോർമേഷൻ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. ഇനി അടുത്തത് എന്താണ്? മെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് D3 ഗ്രൂപ്പാണ് നോക്കുന്നത്. ഈ ഒരു മെട്രിക് റെപ്രസെൻറ്റേഷൻ ഓഫ് D3 ഗ്രൂപ്പിനെ നമുക്ക് എങ്ങനെ എഴുതാം? T is equal to R1 R2 R3 S1 S2 S3 അങ്ങനെ എഴുതാം. അതിലെ R1 R2 R3 ആർ ദ റൊട്ടേഷണൽ മെട്രിക്സ് ആണ്. S1 S2 S3 എന്നുള്ളതോ റിഫ്ലക്ഷൻ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആ ഒരു ട്രയാങ്കിളിനെ ഒരു 3D സ്പേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ ചെയ്യാണ്. നൗ ജസ്റ്റ് റൊട്ടേറ്റിംഗ് ദ ട്രയാങ്കിൾ അബൌട്ട് ദി Z ആക്സിസ്. അങ്ങനെ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എന്താണ്? RK ഈസ് ഈക്വൽ ടു റൊട്ടേഷൻ മെട്രിക്സ്. അതെന്ത് വരും? കോസ് 2πk ഡിവൈഡഡ് ബൈ 3 മൈനസ് സൈൻ 2πk ഡിവൈഡഡ് ബൈ 3 0 സൈൻ 2πk ഡിവൈഡഡ് ബൈ 3 കോസ് 2πk ഡിവൈഡഡ് ബൈ 3 0 0 0 1 എന്ന് കിട്ടി. അതിൽ K ഈസ് ഈക്വൽ ടു 1 2 3 ആണ്. അതിൽ K ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് എന്താണ്? റൊട്ടേഷൻ ബൈ 360 ഡിഗ്രി ആണ്. K ഈസ് ഈക്വൽ ടു 2 എന്നുള്ളത് റൊട്ടേഷൻ ബൈ 120 ഡിഗ്രി ആണ്. K ഈസ് ഈക്വൽ ടു 3 എന്നുള്ളത് റൊട്ടേഷൻ ബൈ 240 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ എന്ത് പറയാം? ഇതിനെ നമുക്ക് റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ഇതിലെ ആ ഒരു ഫസ്റ്റ് 4 എലമെൻസിനെ നമ്മൾ D1 ആയിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പേ ഈ RK എന്താണെന്ന് കണ്ടു. അതേപോലെ തന്നെ നമുക്ക് എന്തും കാണാം? SKയും കാണാം. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് RKയും SKയും ആണ് എന്ത്? റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ മെട്രിക്സ് ഓഫ് RK ആൻഡ് SK എന്ന് പറയുന്നത്. RK എന്നുള്ളത് റൊട്ടേഷണൽ മെട്രിക്സും SK എന്നുള്ളത് റിഫ്ലക്ഷൻ മെട്രിക്സും ആണ്. ഇനി ഞാൻ പറഞ്ഞു
ഇതിനെ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഫസ്റ്റ് 4 എലമെൻസിനെ D1 ആയിട്ട് കണക്കാക്കുക. അപ്പോൾ നോക്കി നോക്കൂ, D(1) ഈസ് ഈക്വൽ ടു cos 2πk ഡിവൈഡഡ് ബൈ 3, അല്ലെങ്കിൽ ആ ഡിവൈഡ് ബൈ 3നെ ജനറലൈസ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ n എന്ന് എഴുതാം. അതേപോലെ തന്നെ -2πk ഡിവൈഡഡ് ബൈ n sin 2πk ഡിവൈഡഡ് ബൈ n cos 2πk ഡിവൈഡഡ് ബൈ n. ഫസ്റ്റ് 4 എലമെൻസിനെ D1 ആയിട്ട് കണക്കാക്കി. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു 1 എന്നുള്ള എലമെൻറ്റിനെ D2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ D2 ആയിട്ട് കണക്കാക്കുമ്പോൾ D(2) ഈസ് ഈക്വൽ ടു 1 എന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ D(2) ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് ഏതൊരു ഗ്രൂപ്പിൻ്റെയും എന്താണ് ട്രിവിയൽ റെപ്രസെൻറ്റേഷനാണ്. എന്താ പറഞ്ഞത്, D(2) അല്ലെങ്കിൽ D² ഈസ് ഈക്വൽ ടു 1 എന്നുള്ളത് ഏതൊരു ഗ്രൂപ്പിൻ്റെയും എന്താണ് ട്രിവിയൽ റെപ്രസെൻറ്റേഷനാണ്. ദാറ്റ് ഈസ് ഗ്രൂപ്പിലെ ട്രിവിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെൻസിനെയും ഒന്നിലേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം റെപ്രസെൻറ്റേഷനെയാണ് ട്രിവിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഗ്രൂപ്പിലെ എല്ലാ എലമെൻസിനെയും 1ലേക്ക് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം റെപ്രസെൻറ്റേഷനാണ് എന്ത്, ട്രിവിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു D2 അല്ലെങ്കിൽ D(2) എന്നുള്ള ഗ്രൂപ്പിലെ എല്ലാ എലമെൻസും അല്ലെങ്കിൽ D(2) എന്നുള്ളത് ഏതൊരു ഗ്രൂപ്പിൻ്റെയും ട്രിവിയൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് കണക്കാക്കാം. ഇത്രയാണ് എന്ത്, ആ ഒരു റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനെയും ഇർറെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനെയും കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റൊട്ടേഷണൽ ഗ്രൂപ്പ്സ് SO2 ആൻഡ് SO3. അപ്പം നമ്മൾ ഒരു സിംഗിൾ ആംഗിൾ കൊണ്ട് സ്പെസിഫൈ ചെയ്തൊരു 2 ഡയമെൻഷണൽ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണ്. എന്താണ്, ഒരു സിംഗിൾ ആംഗിൾ കൊണ്ട് സ്പെസിഫൈ ചെയ്തൊരു 2 ഡയമെൻഷണൽ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ 1 പാരാമീറ്റർ ഗ്രൂപ്പ് ആൻഡ് ദ ഓൺലി 1 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ജനറേറ്റർ ഈസ് σ2. ഓക്കെ, ഇനി ഈ റൊട്ടേഷണൽ മെട്രിക്സ് R(φ)നെ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നോക്കി നോക്കൂ, 2D റൊട്ടേഷൻ ഈസ് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ബൈ എ സിംഗിൾ ആംഗിൾ. SO2 ഈസ് എ 1 പാരാമീറ്റർ ഗ്രൂപ്പ്. The only one linearly independent generator of SO2 is σ2. ഇനി ആ റൊട്ടേഷണൽ മെട്രിക്സ് R(φ) ഈസ് ഈക്വൽ ടു cos φ sin φ മൈനസ് sin φ cos φ, വിച്ച് ഈസ് ഈക്വൽ ടു I2 cos φ പ്ലസ് I σ2 sin φ ഈസ് ഈക്വൽ ടു e റേസ് ടു I σ2 φ. ഇപ്പോൾ ഈ ഒരു യൂസിങ് യൂളേഴ്സ് ഇക്വേഷനാണ് വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ഇക്വേഷൻ ആസ് e റേസ് ടു I σ2 φ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു R(φ)നെ നമ്മൾ e റേസ് ടു I σ2 φ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതിന് കാരണം നമ്മൾ എന്താണ്, ആ ഒരു ഇക്വേഷനെ യൂളേഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫോമിൽ കിട്ടിയത്. So from this representation it is clear that σ2 is the generator of R(φ). ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, R(φ)യുടെ ജനറേറ്റർ σ2 ആണെന്ന് മനസ്സിലായി. ഇനി R(φ) എന്നുള്ള മെട്രിക്സിൽ നിന്നും σ2 എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഓക്കെ, വി ഗെറ്റ് σ2 ബൈ ഡിഫറൻഷിയേറ്റിംഗ് R(φ). അപ്പം എന്താണ് വേണ്ടത്, അതിന് R(φ)നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് R(φ) വിത്ത് റെസ്പെക്ട് ടു φ, then multiply with -1, and this differentiation is carried out at phi is equal to 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്, R(φ)നെ φ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ dr/dφ ഈസ് ഈക്വൽ ടു എന്ത് വരും, മൈനസ് സൈൻ ഫൈ കോസ് ഫൈ മൈനസ് കോസ് ഫൈ മൈനസ് സൈൻ ഫൈ എന്ന് വരും. ഇനി അതിൽ നമ്മൾ 2 കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഫൈ ഈസ് ഈക്വൽ ടു 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ dr/dφ ഈസ് ഈക്വൽ ടു എന്ത് വരും, 0 1 -1 0 എന്ന് വരും. ഇനി അതിന് -i dr/dφ ആണെങ്കിലോ 0 -i i 0 എന്നാണ് കിട്ടുക. നമുക്കറിയാം അതെന്താണ്, σ2 മെട്രിക്സ് ആണ്. ഇനി 3D സ്പേസിൻ്റെ റൊട്ടേഷൻ ഒരു 3x3 ഓർത്തോഗണൽ മെട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നോക്കി നോക്കൂ, റൊട്ടേഷൻ ഓഫ് എ 3D സ്പേസ് 3 ഡയമെൻഷണൽ സ്പേസ് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ 3x3 ഓർത്തോഗണൽ മെട്രിസസ്.
Then rz of phi is equal to cos phi sin phi 0 minus sin phi cos phi 0 0 0 1 എന്ന് കിട്ടും. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സിസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ലാസ്റ്റ് റോയ്ക്ക്, അതായത് സെഡിൻ്റെ ആക്സിസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു റോയ്ക്ക് ചേഞ്ച് ഇല്ലാത്തത്. ഇനി നമ്മൾ മുൻപ് ചെയ്ത പോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ആർ സെഡ് ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു ഫൈ അറ്റ് ഫൈ ഈസ് ഈക്വൽ ടു 0 ആൻഡ് മൾട്ടിപ്ലൈ ബൈ മൈനസ് ഐ ചെയ്യുക ഇതിനെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദെൻ വി വിൽ ഗെറ്റ് എസ് സെഡ്. സോ ഹിയർ എസ് സെഡ് ഈസ് ദ ജനറേറ്റർ ഓഫ് ആർ സെഡ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്താ പറഞ്ഞത് ഇവിടെ? എസ് സെഡ് ഈസ് ദ ജനറേറ്റർ ഓഫ് ആർ സെഡ് എന്ന് പറയാം. എസ് സെഡ് എങ്ങനെ കിട്ടിയത്? ആ ഒരു ആർ സെഡ് ഓഫ് ഫൈനെ ഫൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അതിന് എന്ത് കൊടുത്തു? മൈനസ് ഐ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് എസ് സെഡ് എന്നുള്ള മെട്രിക്സ് കിട്ടിയത്. അതെന്താണ് എസ് സെഡ് എന്നുള്ള മെട്രിക്സ്? 0 മൈനസ് ഐ 0 ഐ 0 0 0 0 0. അതാണ് എസ് സെഡ് എന്നുള്ള മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് സെഡ് ഈസ് ദ ജനറേറ്റർ ഓഫ് ആർ സെഡ് എന്നാണ് നമുക്ക് അടുത്തതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് എ റൊട്ടേഷൻ ത്രൂ ആൻ ഇൻഫൈനൈറ്റ്സിമൽ ആംഗിൾ ഡെൽറ്റ ഫൈ മേ ബി എക്സ്പാൻഡഡ് ആസ് ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു I3 പ്ലസ് ഐ ഡെൽറ്റ ഫൈ എസ് സെഡ്. ഇതാണ് നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് നോക്കണം. നോക്കി നോക്കൂ, ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു I3 പ്ലസ് ഐ ഡെൽറ്റ ഫൈ എസ് സെഡ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ എന്താണെന്ന് എഴുതി. ഓക്കെ, ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ എന്താണ്? നമുക്ക് ആർ സെഡ് ഓഫ് ഫൈ എന്താണെന്ന് അറിയാം. അപ്പോൾ ഡെൽറ്റ ഫൈ ആയതുകൊണ്ട് ആ ഫൈൻ്റെ ഒപ്പം ഡെൽറ്റ കൂട്ടിയെന്നേ ഉള്ളൂ. അത് സ്മോൾ ആംഗിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. സോ അതെന്തായിരിക്കും? കോസ് ഡെൽറ്റ ഫൈ സൈൻ ഡെൽറ്റ ഫൈ 0 മൈനസ് സൈൻ ഡെൽറ്റ ഫൈ കോസ് ഡെൽറ്റ ഫൈ 0 0 0 1 എന്ന് കിട്ടി. അപ്പോൾ ഈ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് സ്മോൾ ആംഗിളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോർ സ്മോൾ ആംഗിൾസ് കോസ് ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് 1ഉം സൈൻ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് ഡെൽറ്റ ഫൈയും തന്നെയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ എന്ത് കിട്ടും? 1 ഡെൽറ്റ ഫൈ 0 മൈനസ് ഡെൽറ്റ ഫൈ 1 0 0 0 1 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം I3 എന്നുള്ളത് എന്താണ്? 3/3 ഐഡൻറ്റിറ്റി മാട്രിക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യാണ്. I3 പ്ലസ് ഐ ഡെൽറ്റ ഫൈ എസ് സെഡ് ഈസ് ഈക്വൽ ടു ചെയ്യാണ്. അപ്പോൾ നമ്മളെന്താ ഫസ്റ്റ് I3 പ്ലസ് ഐ ഡെൽറ്റ ഫൈ പുറത്തേക്ക് എടുത്തു, എസ് സെഡ് അതിൻ്റെ മെട്രിക്സ് എഴുതി. എന്നിട്ട് ആ രണ്ട് ടേംസിനെയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഡെൽറ്റ ഫൈ 0 മൈനസ് ഡെൽറ്റ ഫൈ 1 0 0 0 1 എന്ന് കിട്ടി. ഈ മെട്രിക്സ് ഏതായിരുന്നു? നമുക്കിതാ ഇവിടെ കുറച്ച് മുമ്പ് കിട്ടിയ മെട്രിക്സ് ആയിരുന്നു ഇത്, അല്ലേ? ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ എന്ന് നമുക്ക് കിട്ടി. അതായത് ഇനി നമ്മൾ എന്താ ചെയ്യണത്? ഇനി നമ്മളൊരു ഫൈനൈറ്റ് റൊട്ടേഷൻ്റെ കേസാണ് എടുക്കുന്നത്. അതായത് കുറേ സക്സസീവ് ആയിട്ടുള്ള ഇൻഫൈനൈറ്റ്സിമൽ റൊട്ടേഷൻസ് കൊണ്ട് ഒരു ഫൈനൈറ്റ് റൊട്ടേഷൻ കമ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സപ്പോസ് 2 റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അടുപ്പിച്ചിട്ട് 2 റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോക്കി നോക്കൂ, എ ഫൈനൈറ്റ് റൊട്ടേഷൻ ക്യാൻ ബി കോമ്പൗണ്ടഡ് ഓഫ് സക്സസീവ് ഇൻഫൈനൈറ്റ്സിമൽ റൊട്ടേഷൻസ് ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ 1 പ്ലസ് ഡെൽറ്റ ഫൈ 2. ഓക്കെ, അതെന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ഡെൽറ്റ ഫൈ എസ് സെഡ് ഇൻറ്റു 1 പ്ലസ് ഐ ഡെൽറ്റ ഫൈ ഇൻറ്റു എസ് സെഡ് എന്ന് വരും. ഇതിലൊന്ന് ഫൈ 1ഉം മറ്റേത് ഫൈ 2 ആണ്. ഇതിപ്പോൾ 3 റൊട്ടേഷൻസ് ആണെങ്കിൽ ഇവിടെ 3 ടേംസ് ആണ് വരിക. ലൈക്ക് ദാറ്റ് അവിടെ n റൊട്ടേഷൻസ് ആണെങ്കിലോ, ഫോർ n റൊട്ടേഷൻസ് ആർ സെഡ് ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് ഐ ഡെൽറ്റ ഫൈ ഓഫ് എസ് സെഡ് റേസ് ടു n എന്ന് നമുക്ക് കിട്ടും. അതായത് n റൊട്ടേഷൻസ് എന്നുള്ളത് എന്താണ്? n റൊട്ടേഷൻസ് എന്നുള്ളത് n ഡെൽറ്റ ഫൈ റൊട്ടേഷൻസ് കൂടി ചേർന്നുണ്ടായതാണെന്ന് വിചാരിക്കുക.
നോക്കിക്കോ, ഫോർ n rotations r z of phi is equal to 1 plus I delta phi s z all raised to n. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു 5/n കൊടുക്കുമ്പോൾ ഫോർ n റൊട്ടേഷൻസ് വിത്ത് n ടെൻസ് ടു ഇൻഫിനിറ്റി, അപ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ എന്താ വരുന്നത്, 5 റൊട്ടേഷൻസ് എന്നുള്ളത് n ഡെൽറ്റ ഫൈ റൊട്ടേഷൻസിനോട് കൂടി ചേർന്നിട്ടുണ്ടായതാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആർ സെഡ് ഓഫ് ഫൈ എന്ത് എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് I ഫൈ ഡിവൈഡഡ് ബൈ n s z all raised to n is equal to exponential I phi s z. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പൊണൻഷ്യൽ ഫോം എങ്ങനെയാണ് കിട്ടിയതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ അതിന് സപ്പോസ് വി ഹാവ് എ സീരീസ് 1 പ്ലസ് എക്സ് ഓൾ റേസ് ടു n is equal to 1 പ്ലസ് എൻ എക്സ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 into x square divided by 2 factorial plus n into n plus 1 into n plus 2 divided by 3 factorial into x cube plus etc. ഇനി നമ്മൾ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്, if n tends to infinity, അപ്പോൾ എന്ത് വരും, 1 plus x all raised to n is equal to 1 plus n x plus n, അവിടെ n into n minus 1 എന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു n minus 1 n into n plus 1 ഉണ്ടല്ലോ, ആ ഒരു n plus 1 n ആയിട്ട് മാറി. എന്തിനാണ്, ഈ ഒരു എക്സ്പാൻഷനിൽ n ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ. ഓക്കെ, അപ്പോൾ n പ്ലസ് 1 n ആയിട്ട് മാറിയപ്പോൾ ആ ഒരു ടേം എന്തായി, n സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ, അതേപോലെ തന്നെ n ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് ക്യൂബ്, അങ്ങനെയുള്ള ഒരു ഫോമിലായിട്ട് മാറി. സപ്പോസ് അവർ സീരീസ് ഈസ് ഇൻ ദ ഫോം 1 പ്ലസ് എക്സ് ബൈ n ഓൾ റേസ് ടു n, നമ്മളുടെ സീരീസ് 1 പ്ലസ് എക്സ് ബൈ n ഓൾ റേസ് ടു എന്നുള്ള ഒരു ടേമിലാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫോമിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോം എന്ന് പറയുന്നത് എന്താണ്, ഇ റേസ് ടു എക്സിൻ്റെ ഫോമാണ്. 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇ റേസ് ടു എക്സിൻ്റെ ഫോമാണ്. അതായത് നമ്മൾ 1 പ്ലസ് എക്സ് ബൈ n ഓൾ റേസ് ടു എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് വെൻ n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇവിടെ നമ്മൾ എക്സ് ബൈ എന്നിന് പകരം വി ഹാവ് I ഫൈ എസ് സെഡ് ഡിവൈഡ് ബൈ n ആണ് വരിക. എക്സ് ബൈ എന്നിന് പകരം എന്താ വരിക, I ഫൈ എസ് സെഡ് ഡിവൈഡ് ബൈ n ആണ് വരിക. അപ്പോൾ ഇ റേസ് ടു എക്സിന് പകരം എന്ത് വരും, ഇ റേസ് ടു I ഫൈ എസ് സെഡ് എന്നും വരും. എന്താ വരിക, ഇ റേസ് ടു എക്സിന് പകരം ഇ റേസ് ടു I ഫൈ എസ് സെഡ് എന്നും വരും. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് എസ് സെഡ് ആസ് ദ ജനറേറ്റർ ഓഫ് ആർ സെഡ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം, എസ് സെഡ് എന്ന് പറയുന്നത് ആർ സെഡിൻ്റെ ജനറേറ്റർ ആണ് എന്ന് നമുക്ക് പറയാം. സിമിലർലി വി ക്യാൻ പ്രൂവ് ദാറ്റ് റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ്, ഇതേപോലെ തന്നെ റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ്, ഇപ്പോൾ നമ്മൾ സെഡ് ആക്സിസ് ആണ് ചെയ്തത്, അതേപോലെ തന്നെ റൊട്ടേഷൻ അബൌട്ട് എക്സ് ആക്സിസ് ചെയ്യുമ്പോൾ എന്ത് വരും, ആർ ഓഫ് എക്സ് ഫൈ ഈസ് ഈക്വൽ ടു 1 0 0 0 കോസ് സൈ 0 മൈനസ് സൈൻ സൈ കോസ് സൈ എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ആർ വൈ ഓഫ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ 0 മൈനസ് സൈൻ തീറ്റ 0 1 0 സൈൻ തീറ്റ 0 കോസ് തീറ്റ എന്ന് കിട്ടും. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ജനറേറ്റേഴ്സ് ഏതാ വരിക, ആർ സെഡിൻ്റെ ജനറേറ്റർ എസ് സെഡ് ആണ്, അപ്പോൾ ആർ എക്സിൻ്റെ ജനറേറ്ററോ എസ് എക്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ആർ വൈയുടെ ജനറേറ്റർ എന്തായാലും എസ് വൈയും ആവും. സോ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ് എക്സ് എന്നുള്ളത് ആർ എക്സ് ഓഫ് സൈ, ആ ഒരു ആർ എസ് ഓഫ് സൈ എന്നുള്ളതിൻ്റെ എന്തായി ജനറേറ്ററായിട്ടും, അതേപോലെ തന്നെ എസ് വൈ എന്നുള്ളത് ആർ തീറ്റയുടെ ജനറേറ്ററായിട്ടും കിട്ടുന്നു. അപ്പം എങ്ങനെ ജനറേറ്റർ കിട്ടിയത്, അതിനെ വീണ്ടും നമുക്കറിയാം ആറിൽ നിന്ന് എങ്ങനെ എസ് കിട്ടുക നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതേ പ്രോസസ്സ് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി, എസ് എക്സ് എന്നുള്ളത് ആർ എക്സിൻ്റെ ജനറേറ്റർ, അതേപോലെ തന്നെ എസ് വൈ എന്നുള്ളത് ആർ വൈയുടെ എന്താണ് ജനറേറ്ററും ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം, ദ സബ് ഗ്രൂപ്പ് ഓഫ് എസ് എക്സ് ഇസ് ഈക്വൽ ടു 0 0 0 0 0 മൈനസ് ഐ
0 I 0. അതേപോലെ തന്നെ എസ് വൈ ഇസ് ഈക്വൽ ടു 0 0 I 0 0 0 മൈനസ് I 0 0 ഓഫ് ആർ എക്സ് ആർ വൈ ദ സബ് ഗ്രൂപ്പ് ഓഫ് റൊട്ടേഷൻസ് അബൌട്ട് എക്സ് വൈ ആക്സിസ്. അപ്പോൾ ഇതാണ് ആർ എക്സിൻ്റെയും ആർ വൈയുടെയും എന്ത് എക്സ് വൈ എന്നുള്ള ആക്സിസുകളിലെ റൊട്ടേഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ സബ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് റൊട്ടേഷൻസ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. സോ ഹിയർ വി ആർ കൺസിഡറിങ് എ ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് വൈ സെഡ്. നമ്മളൊരു എക്സ് വൈ സെഡ് എന്നുള്ളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാണ്. ആൻഡ് ഐ എം റൊട്ടേറ്റിംഗ് ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ദെൻ ആർ റൊട്ടേറ്റ്സ് ടു എ കോർഡിനേറ്റ് എക്സ് ടു എക്സ് ഡാറ്റ്. അപ്പോൾ ആറ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എക്സ് എന്നുള്ള കോർഡിനേറ്റ് എന്തായിട്ട് മാറും? എക്സ് ഡാഷ് അല്ലെങ്കിൽ എക്സ് പ്രൈം ആയിട്ട് മാറും. സോ ആർ ഓപ്പറേറ്റിംഗ് ഓൺ എക്സ് പ്രൊഡ്യൂസസ് എക്സ് ഡാഷ് അല്ലെങ്കിൽ എക്സ് പ്രൈം എന്ന് നമുക്ക് പറയാം. ദെൻ വി ക്യാൻ റൈറ്റ് ആർ ഓൺ സൈ പ്രൊഡ്യൂസ് എ ന്യൂ ഫംഗ്ഷൻ സൈ ഡാഷ് ഓർ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് സൈ ഓഫ് എക്സ് ഡാഷ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കി നോക്കൂ. ആർ ഓപ്പറേറ്റിംഗ് ഓൺ സൈ എക്സ് വൈ സെഡ് is equal to psi dash of xyz is equal to psi of x dash, where x dash എന്നുള്ളത് ആറ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായ കോർഡിനേറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മളൊരു ഇൻഫൈനൈറ്റ്സിമൽ റൊട്ടേഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഒരു ഡെൽറ്റ ഫൈ എന്നുള്ള ആംഗിളിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. നോക്കി നോക്കൂ. കൺസിഡർ ആൻ ഇൻഫൈനൈറ്റ്സിമൽ റൊട്ടേഷൻ ത്രൂ ഡെൽറ്റ ഫൈ. ദെൻ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ ഇൻറ്റു സൈ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് പ്ലസ് വൈ ഡെൽറ്റ ഫൈ വൈ മൈനസ് എക്സ് ഡെൽറ്റ ഫൈ സെഡ്. ഇതെങ്ങനെയാണ് കിട്ടിയത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് എന്നുള്ളത് ടോട്ടൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഡാഷ് ഈസ് ഈക്വൽ ടു ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈ എക്സ് എന്നുള്ളത് ടോട്ടൽ കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അതിനെ എക്സ് വൈ സെഡ് എന്നുള്ള കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ഡാഷിനെ എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് എന്ന് എഴുതി. ഇങ്ങനെ എഴുതാൻ കാരണം എന്താണെന്നാണ് പറഞ്ഞത്? എക്സ് ഡാഷ് ക്യാപിറ്റൽ എക്സ് ഡാഷ് എന്നുള്ളത് ടോട്ടൽ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ 3 കോർഡിനേറ്റ്സ് എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷ് നമ്മൾ എഴുതി. ഇനി ആ ഒരു റൊട്ടേറ്റിംഗ് മെട്രിക്സ് എഴുതുകയാണ്. അല്ലെങ്കിൽ റൊട്ടേഷണൽ മെട്രിക്സ് എന്താ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആംഗിൾ ഡെൽറ്റ ഫൈ ആയതുകൊണ്ട് കോസ് ഡെൽറ്റ ഫൈ സൈൻ ഡെൽറ്റ ഫൈ 0 മൈനസ് സൈൻ ഡെൽറ്റ ഫൈ കോസ് ഡെൽറ്റ ഫൈ 0 0 0 1 ഇൻറ്റു എക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിൻ്റെ കോർഡിനേറ്റ്സ് ആയിട്ടുള്ള എക്സ് വൈ സെഡ് എന്ന് നമ്മൾ എഴുതി. ഇനി നമുക്കറിയാം വെൻ ആംഗിൾ ഈസ് സ്മോൾ കോസ് ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ തന്നെ സൈൻ ഡെൽറ്റ ഫൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ഫൈ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്സ് ഡാഷ് വൈ ഡാഷ് സെഡ് ഡാഷിനെ എങ്ങനെ എഴുതാം? 1 ഡെൽറ്റ ഫൈ 0 മൈനസ് ഡെൽറ്റ ഫൈ 1 0 0 0 1 ഇൻറ്റു എക്സ് വൈ സെഡ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ ഡെൽറ്റ ഫൈ മൈനസ് എക്സ് ഡെൽറ്റ ഫൈ പ്ലസ് വൈ സെഡ് എന്ന് കിട്ടി. അത് തന്നെയല്ലേ നമ്മൾ ഇവിടെയും കണ്ടുപിടിച്ചിരിക്കുന്നത്? നോക്കി നോക്കൂ. ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ സൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് നമുക്ക് അതേ റിലേഷൻ തന്നെയല്ലേ കിട്ടിയത്. അവിടെ നമ്മൾ മെട്രിക്സ് ഫോമിൽ എഴുതി, ഇവിടെ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ പോലെ എഴുതി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ഇക്വേഷൻ അതേപോലെ ഒന്നും കൂടി എഴുതി. അപ്പോൾ എന്തായിരുന്നു റിസൾട്ട്? ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ സൈ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് പ്ലസ് വൈ ഡെൽറ്റ ഫൈ വൈ മൈനസ് എക്സ് ഡെൽറ്റ ഫൈ സെഡ് എന്ന് എഴുതി. നൗ വി ഹാവ് ടു എക്സ്പാൻഡ് ദിസ് യൂസിങ് ടൈലർ സീരീസ്. അപ്പോൾ ടൈലർ സീരീസ് വെച്ചിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈ ഓഫ് എക്സ് വൈ സെഡ് മൈനസ് ഡെൽറ്റ ഫൈ ഇൻറ്റു എക്സ് ഡോ ഫൈ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ സൈ ബൈ ഡോ എക്സ് പ്ലസ് സം ഫങ്ഷൻ ഓഫ് ഡെൽറ്റ സൈ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും.
അപ്പോൾ നമുക്കിവിടെ ഹയർ ഓർഡേഴ്സ് എന്ത് ചെയ്യാം, നെഗ്ലക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് വി ആർ നെഗ്ലക്റ്റിംഗ് ദ തേർഡ് ടേം. ഓക്കെ, ഇനി ഈ ഒരു ടൈലർ സീരീസ് എക്സ്പാൻഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വയ്ക്കുക. അതിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എഫ് ഓഫ് എക്സ് വൈ പ്ലസ് എഫ് എക്സ് ഡെൽറ്റ എക്സ് എഫ് വൈ ഡെൽറ്റ വൈ പ്ലസ് എക്സെട്ര എന്നുള്ളതൊക്കെ ഹയർ ഓർഡർ ടേംസ് ആണ്, അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല. ഇതിൽ എഫ് എക്സ് എന്ന് പറയുന്നത് ഡി എഫ് ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. എഫ് വൈ എന്ന് പറയുന്നത് ഡി എഫ് ബൈ ഡി വൈ ആണ്. ഇത് നമ്മൾ കണ്ട ഫംഗ്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സൈ ഓഫ് എക്സ് പ്ലസ് വൈ ഡെൽറ്റ ഫൈ വൈ മൈനസ് എക്സ് ഡെൽറ്റ ഫൈ സെഡ് ഇസ് ഈക്വൽ ടു, നോക്കി നോക്കും മുകളിൽ നമ്മൾ എഫ് ഓഫ് എക്സ് വൈ, അതായത് എല്ലാ കോർഡിനേറ്റ്സ് ആണ് എഴുതിയത്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരും? സൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് എഴുതി. ഫസ്റ്റ് ടേം ഓക്കെ ആയി. അടുത്തത് എന്താ? എഫ് എക്സ്, അതായത് അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം, അതായത് ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് എഴുതി. ഇനി ബാക്കി ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? വൈ ഡെൽറ്റ ഫൈ ആണ്, അതെഴുതി. മൈനസ് ഇനി എന്താ അടുത്ത ടേം വരുന്നത്? എഫ് വൈക്ക് പകരം ഇവിടെ എന്താ വരുന്നത്? ഡോ സൈ ബൈ ഡോ എ എന്ന് എഴുതി. ഡെൽറ്റ വൈക്ക് പകരം എന്ത് എഴുതി? എക്സ് ഡെൽറ്റ ഫൈ എന്നും എഴുതി. നമ്മൾ ജസ്റ്റ് അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഇനി അതിൽ നിന്ന് എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു ഡെൽറ്റ ഫൈ എന്നുള്ളത് കോമൺ ആയതുകൊണ്ട് ആ ഒരു ഡെൽറ്റ ഫൈ പുറത്തേക്ക് ഇട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൈ ഓഫ് എക്സ് വൈ സെഡ് മൈനസ് ഡെൽറ്റ ഫൈ ഓഫ് എക്സ് ഡോ സൈ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു എക്സ് ഡോ സൈ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ സൈ ബൈ ഡോ എക്സിന് എന്ത് കൊടുക്കുകയാണ്? ഐ എൽ സെഡ് എന്നുള്ള ടേം കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ആംഗുലർ മൊമെൻ്റ് എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. അപ്പോൾ ആ പിക്ക് പകരം നമ്മൾ മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു മൈനസ് ഐ എച്ച് ക്രോസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് ഡെൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആർ ക്രോസ് ഡെൽ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ അതിന് മെട്രിക്സിൻ്റെ ഫോമുല എഴുതുക? ഐ ജെ കെ എഴുതി, ആറിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് ആയതുകൊണ്ട് അത് എഴുതി, ഡെല്ലിൻ്റെയോ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡും എഴുതി. ഇനി അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണുമ്പോൾ എന്ത് വരും? എക്സ് ഡോ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ബൈ ഡോ സെഡ് എന്ന് വരും. ബാക്കിയുള്ള ടേംസ് നമ്മൾ എടുക്കുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് മൈനസ് ഐ എച്ച് ക്രോസ് ഡെൽ എന്നില്ലേ, അതിലെ ആ മൈനസ് ഐ എച്ച് ക്രോസ് നമ്മൾ അപ്പം നെഗ്ലക്റ്റ് ചെയ്തിരുന്നു. അത് നമ്മളുടെ ആ ഒരു കേൾ കണ്ടുപിടിക്കാനുള്ള ഈസിക്ക് വേണ്ടിയിട്ട് അപ്പം നെഗ്ലക്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മൈനസ് ഐ എച്ച് ക്രോസിലെ എച്ച് ക്രോസ് നമ്മൾ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുകയാണ്. അങ്ങനെ എച്ച് ക്രോസ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു എൽ ഈസ് ഈക്വൽ ടു ഐ എൽ സെഡ് സൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് എഴുതാം. കാരണം എന്താ? ഈ ഒരു എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ വൈ മൈനസ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് എൽ സെഡ് ആണ്. അവിടെ സെഡിൻ്റെ നമ്മൾ എടുക്കുന്നില്ലല്ലോ, സോ അത് എൽ സെഡ് ആണ്. അപ്പോൾ എന്ത് വരും? എൽ ഈസ് ഈക്വൽ ടു ഐ എൽ സെഡ് സൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ആർ സെഡ് ഡെൽറ്റ ഫൈ സൈ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു സൈ ഓഫ് എക്സ് വൈ സെഡ് മൈനസ് ഐ ഡെൽറ്റ ഫൈ എൽ സെഡ് സൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്തു? രണ്ടിലും സൈ ഓഫ് എക്സ് വൈ സെഡ് ഉണ്ട്, അത് കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ആർ സെഡ് ഓഫ് ഡെൽ ഫൈ സൈ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഐ ഡെൽറ്റ ഫൈ എൽ സെഡ് ഇൻറ്റു സൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഒരു റൊട്ടേഷൻ കൂടി കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒറ്റ റൊട്ടേഷൻ മാത്രമാണെങ്കിൽ ചെറിയൊരു ആംഗിൾ ഡെൽറ്റ ഫൈ എന്നുള്ള ആംഗിളിലെ റൊട്ടേഷൻ ആണെങ്കിൽ നമുക്ക് ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ സൈ ഈസ് ഈക്വൽ ടു, സൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് എഴുതുന്നില്ല, ഒന്നും കൂടി ചുരുക്കിയിട്ട് സൈ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. സൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് ഐ ഡെൽറ്റ സൈ എൽ സെഡ് സൈ എന്ന് നമുക്കിപ്പോൾ കിട്ടി.
അപ്പോൾ നമ്മൾ വൺ മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ വി ആർ കൺസിഡറിങ് വൺ മോർ റൊട്ടേഷൻ ത്രൂ ആൻ ആംഗിൾ ഫൈ. സോ ഫസ്റ്റ് റൊട്ടേഷൻ ത്രൂ ഫൈ ആൻഡ് സെക്കൻഡ് റൊട്ടേഷൻ ത്രൂ ഡെൽറ്റ ഫൈ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈ പ്ലസ് ഡെൽറ്റ ഫൈ എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റൊട്ടേഷൻ എന്താ ചെയ്യേണ്ടത്? ഫൈയിലും രണ്ടാമത്തെ റൊട്ടേഷൻ ഡെൽറ്റ ഫൈയിലുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ എങ്ങനെ എഴുതാം? ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ, ആർ സെഡ് ഓഫ് ഫൈ സൈ. ഓക്കെ, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ആർ സെഡ് ഓഫ് ഡെൽറ്റ ഫൈ ഓൾറെഡി അറിയാം, എന്തായിരുന്നു? 1 മൈനസ് ഐ ഡെൽറ്റ സൈ എൽ സെഡ് ആണെന്ന് അറിയാം. ബാക്കിയുള്ള ആർ സെഡ് ഓഫ് ഫൈ സൈ നമ്മൾ എഴുതി. ഓക്കെ, ആർ സെഡിൻ്റെ ബ്രാക്കറ്റിൽ ഫൈ ഉണ്ട്, അത് എഴുതണമെന്നില്ല, എഴുതിയാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവാതെ ഒന്നും കൂടി ചുരുക്കി പറയുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഈ ഒരു ആർ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു ഡി ഫൈ ആയിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു ഫൈ ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഡി ആർ സെഡ് ബൈ ഡി ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എൽ സെഡ് ആർ സെഡ് ഫൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആർ സെഡ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ലോഗ് എടുത്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് വരും? ആർ സെഡ് ഓഫ് ഫൈ ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ മൈനസ് ഐ ഫൈ എൽ സെഡ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ ആർ സെഡ് ഈസ് ദ റൊട്ടേഷൻ അബൌട്ട് സെഡ് ആക്സിസ് ആൻഡ് എൽ സെഡ് ഈസ് ദ തേർഡ് കമ്പോണൻറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. So this relation shows the relationship between angular momentum and the rotation about z axis. ഇതാണ് നമുക്ക് കിട്ടേണ്ട റിസൾട്ട്. ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ സെഡ് ഈസ് കണക്റ്റഡ് ടു എസ് സെഡ് ബൈ എക്സ് വൈ സെഡ് എസ് സെഡ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഐ ഇൻറ്റു എക്സ് ഡോ ബൈ ഡോ വൈ മൈനസ് വൈ ഡോ ബൈ ഡോ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എൽ സെഡ്. അതായത് ഒരു എസ് സെഡും എൽ സെഡും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ഇത് ജസ്റ്റ് ഇതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി വി നോ ദ ആംഗുലർ മൊമെൻറ്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻ എൽ ഐ എൽ ജെ ഈസ് ഈക്വൽ ടു ഐ എപ്സിലോൺ ഐ ജെ കെ എൽ കെ ആണ് നമുക്കറിയാം. വിച്ച് മീൻസ് എന്താണ്? ദ കമ്മ്യൂട്ടേറ്റർ ഓഫ് എൽ എക്സ് എൽ വൈ ഗീവ്സ് ഐ എൽ സെഡ്. എന്താണ്? ഈ ഒരു നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ കൺസിഡർ ചെയ്യണം. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ ഓഫ് എൽ വൈ അല്ലെങ്കിൽ എൽ എക്സ് എൽ വൈ എന്തായിരിക്കും? ഐ എൽ സെഡ് ആയിരിക്കും. അതും ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത്രയുമാണ് ഒരു റൊട്ടേഷൻ ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്.